ഹലോ അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എക്സാം റിസൾട്ട് വെച്ചിട്ടുള്ളൊരു ഫ്രെയിമാണ് കേട്ടോ. ഗിഫ്റ്റ് ഫ്രെയിമാണ്. നിങ്ങൾക്ക് അതിൻ്റെ എഡിറ്റിങ്ങാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. അതിൽ എഡിറ്റ് ഫോട്ടോയിൽ പോവാം. പിക്സാർട്ടിൽ നമ്മളിപ്പോൾ കുറേ ആയിട്ട് ചെയ്തിട്ട് ഇതിലിതേ നമുക്ക് ആ ഒരു ഹോം പേജിൽ നമുക്ക് ഏതാണ് എഫക്റ്റ് വേണ്ടത് വെച്ചാൽ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്പ്ലാഷ് എഫക്റ്റ് എന്ന് ഞാനിവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പ്ലാഷ് എഫക്റ്റ് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്താൽ മതി. അപ്പോൾ ഒരുപാട് സ്പ്ലാഷ് എഫക്റ്റുകളുണ്ട് കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ മുകളിലത്തെ ഈ ഒരു എഫക്റ്റ് തന്നെയാണ് എടുക്കുന്നത്. അതിൽ ചൂസ് മൈ ഫോട്ടോ പോവാം. എന്നിട്ട് ഗാലറി പോവും. ഗാലറിയിൽ നിന്ന് ഫോട്ടോ എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് ഇപ്പോൾ ബ്ലാങ്ക് ആണ്. കാരണം ഇത് സ്ക്രീൻ റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ പിക്സാർട്ടിൽ സ്ക്രീൻ റെക്കോർഡ് ചില ഭാഗത്തൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ അത് ആണ് കേട്ടോ ബ്ലാക്ക് കാണുന്നത്. അവിടെ വേറെ ഒന്നുമല്ല, നമ്മൾ ആ ചൂസ് മൈ ഫോട്ടോയിൽ പോകുമ്പോൾ ഗാലറിയിൽ ഇതുപോലെ കാണിക്കും. പിന്നെ വേറെ ഒന്നും കൊടുക്കാമല്ലോ. പിന്നെ നമുക്ക് സേവ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഗാലറിയിൽ ഈ ഒരു എഫക്റ്റ് കൊടുത്തിട്ടുള്ളത് സേവ് ആവും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ക്യാൻവയിൽ പോവാം. ക്യാൻവയിൽ A4 ഡോക്യുമെൻ്റാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഏതാണ് സൈസ് വേണ്ടത് വെച്ചാൽ അത് സെർച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ A4 ആട്ടോ എടുക്കുന്നത്. അതിൻ്റെ ബ്ലാങ്ക് പേജ് എടുത്തിട്ടുണ്ട്. ഇനി ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാം. താഴെ ഗാലറിയിൽ പോവുക. നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഫക്റ്റ് കൊടുത്തിട്ടുള്ള ഈ ഒരു പിക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേ നമുക്ക് ഏത് ഭാഗത്താണ് വെക്കേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ താഴെ എലമെൻസിലൊന്ന് പോകുന്നുണ്ട്. ഈ ഒരു പിക്കൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കാൻ അങ്ങനെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഷേപ്പ് കാണിച്ചു തന്നൊന്ന് മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം എലമെൻറ്റ്സ് എടുക്കുമ്പോൾ ആദ്യം എലമെൻറ്റ്സ് എടുക്കുക. എന്നിട്ട് പിക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമതാണ് എലമെൻറ്റ്സിൽ പോയത്. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഫോട്ടോ ഡിലീറ്റ് ആക്കിയിട്ട് എലമെൻറ്റ്സ് എടുത്തിട്ട് പിന്നെ രണ്ടാമത്തെ ഈ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താണ്. ആഡ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ആ ഒരു സർക്കിളിൻ്റെ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത് കൊടുത്താൽ മതി. ആ പിക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ആയി കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സർക്കിളിലാക്കിയിട്ടുണ്ട് ഫോട്ടോ. ഇനി താഴെ ടി എന്നുള്ളിൽ പോവാം ടെക്സ്റ്റ് കൊടുക്കാനായിട്ട്. അതിലിത് ഞാൻ കൺഗ്രാജുലേഷൻ എഴുതുന്നുണ്ട്. ഓക്കെ, അത് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മുകളിൽ വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ താഴെ എവിടെയാണ് നിങ്ങൾക്ക് ഭംഗി തോന്നുന്നത് വെച്ചാൽ അവിടെ വെച്ച് കൊടുക്കാം. പിന്നെ ഇതേ മാർക്ക് ലിസ്റ്റും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സ്ക്രീൻഷോട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് ശരിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വീണ്ടും ടെക്സ്റ്റിൽ പോവുക. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കോഡ്സ്, അപ്പോൾ അത് നമ്മൾ ഗിഫ്റ്റ് ആയിട്ടാണല്ലോ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അവരെക്കുറിച്ച് എഴുതാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ടൊരു കോഡ്സ് നിങ്ങൾ എഴുതി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഞാനിതൊന്ന് എഴുതട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഈ സൈഡിലേട്ടൊന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഫോൺസൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് റെഡിയാക്കി കൊടുക്കാം. ഓക്കെ, സൈഡിൽ വെച്ചിട്ടുണ്ട്. ഫോണ്ടിൻ്റെ സൈസ് കുറക്കാം, കളറ് ചേഞ്ച് ചെയ്യാം. പിന്നെ ഇത് ഞാൻ ഗാലറി പോയിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫയലിൽ നിന്ന് ഒരു ലോ ഷേപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കീബോർഡിലുള്ള ലോ ഷേപ്പ് ഇതിലേക്ക് ആഡ് ചെയ്താൽ പിന്നെ നമ്മൾ സേവ് ആക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ടാണ് കാണിക്കുക കേട്ടോ. ഈ ലോ ഷേപ്പ് അവിടെ കിട്ടില്ല. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് പിൻട്രസ്റ്റിൽ നിന്നോ ഗൂഗിളിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ലോ ഷേപ്പ് ഹേർട്ട് ഷേപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ അതേ ഒരു ഫ്രെയിമിനുള്ള എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതന്നെയാണ് രണ്ട് രീതിയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു മാത്രം. വീണ്ടും ക്യാൻവ എടുക്കുക. പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാം. A4 തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് A5 ആണെങ്കിൽ A5, A3 ഒന്നും ഇത് ചെയ്യണമെന്നില്ല. A4 A5 ആ ഒരു ഇത് മതി. ഗാലറി പോയിട്ട് ഇത് ഞാൻ ഈ ഒരു ഗൂഗിളിൻ്റെ തീം ഞാൻ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിൻട്രസ്റ്റിൽ നിന്ന്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ പിൻട്രസ്റ്റിൽ പോയിട്ട് ഗൂഗിൾ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ.
ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും ഗാലറിയിൽ പോയിട്ട് ഈ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇത് നമ്മൾ പിക്സാർട്ടിൽ അങ്ങനെ എഫക്റ്റ് ഒന്നും കൊടുക്കാതെ സാധാ നോർമൽ ഫോട്ടോ ആണ് കേട്ടോ. പിന്നെ മാർക്ക് ലിസ്റ്റും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ അവിടെ താഴെയാണ് കൊടുക്കുന്നത്. പിന്നെ കൺഗ്രാജുലേഷൻ എഴുതുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കോഡ്സ് എഴുതിയല്ലോ, അതും വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പിക്സാർട്ടിൽ ഇങ്ങനെ എഫക്റ്റ് കൊടുത്തിട്ട് റിസ്ക് ആണെങ്കിൽ എഫക്റ്റ് കൊടുത്തിട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഇങ്ങനെയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇതും കൂടെ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കൺഗ്രാജുലേഷൻ എന്നുള്ളതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻ അശ്ബിൻ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സെർച്ച് ബാറിൽ, ഗൂഗിളിൻ്റെ ആ സെർച്ച് ബാറിലാണ് അവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഒക്കെ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസൈന് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഇത് പിന്നെ മൂന്നാമത്തെ രീതിയാണ്. എല്ലാം ഒരുപോലെ തന്നെയാണ്, കുറച്ച് ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വ്യത്യാസം അത്രയേ ഉള്ളൂ. ഗൂഗിൾ ഫ്രെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോട്ടോ ഇതിലേക്ക് ഞാനിത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ട് മാർക്ക് ലിസ്റ്റിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫോട്ടോ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അത് ടെക്സ്റ്റിൽ പോയിട്ട് കൺഗ്രാജുലേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ 3 ഡിസൈനിലും ഏത് നിങ്ങൾക്കും ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏതാ ബെറ്ററായി തോന്നുക വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോഡ്സ് നിങ്ങൾക്ക് സ്പേസിനനുസരിച്ച് കൊടുക്കാം. പിന്നെ പിക്സാർട്ടിൽ ആ ഒരു ബ്ലാക്ക് കാണുന്നിടത്ത് അവിടെ അങ്ങനെ ബ്ലാങ്ക് ആയത് സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ടാണ്. അവിടെ വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ചൂസ് മൈ ഫോട്ടോയിൽ പോയാൽ നമുക്ക് ഗാലറിയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ കിട്ടും. അത് അതിലേക്ക് കൊടുക്കാം. അപ്പോൾ അവിടെ മുകളിൽ ഇങ്ങനെ താഴെ സേവ് എന്ന് കാണിക്കും. സേവിൽ ക്ലിക്ക് ചെയ്താൽ മുകളിൽ ഡൺ എന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ സംഭവം റെഡി ആവും കേട്ടോ. ആ ബ്ലാങ്കുള്ളടത്ത് എന്താണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അത് വേറെ ഒന്നുമല്ല, അതങ്ങനെ ചിലയിടത്ത് അവിടെ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എഡിറ്റിങ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണു. പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ എന്ത് വീഡിയോ ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എഡിറ്റിങ്ങോ എന്താ വേണ്ടത് വെച്ചാൽ. അപ്പോൾ ഇനി മിനി ഫ്രെയിം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രെയിം ഇപ്പോൾ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഡിറ്റിങ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളത് മാക്സിമം ഷെയർ ആക്കുക, സപ്പോർട്ട് ആക്കുക. ഓക്കെ, താങ്ക് യു, ബൈ, ടേക്ക് കെയർ.